പറഞ്ഞിരുന്നു. മീര, ഒന്നുമില്ല. കുളിച്ചിട്ട് വന്നോളൂ, അപ്പോഴേക്കും ഞാൻ ഭക്ഷണം എടുക്കാം. മോന്റെ പേരെന്താ? സാമുവൽ. നിന്റെ ഹസ്ബൻഡ്? ഓ, തല നന്നായി തോർത്തിയില്ലേ? എഴുന്നേക്ക് ഡാഡി, ഡാഡി എഴുന്നേക്ക്. ആരാ? First tell me, who are you? I am asking you, who are you? What? Who are you? ഊത്. മോനെ, നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ കുറച്ചുകൂടി നേരത്തെ പ്രതീക്ഷിച്ചു. നോക്ക്, നിന്റെ ജാതകപ്രകാരം അലച്ചിലിൻ്റെ കാലം ഇതോടെ പൂർണ്ണമായും കഴിഞ്ഞു പോയിരിക്കുന്നു. എനിക്കറിയാം നിനക്കിതിലൊന്നും വിശ്വാസമില്ലെന്ന്. ബുദ്ധന്റെ വാക്കുകളാണ് എന്നെ പൂർണ്ണമായും മാറ്റിക്കളഞ്ഞത്. എവിടെയാ ആ കുറുമ്പൻ? ഇങ്ങോട്ട് വാ, ചോദിക്കട്ടെ. ഊത്. എനിക്ക് സന്തോഷമായി, നീ തിരിച്ചു വന്നല്ലോ എൻ്റെ ഈ പേരക്കുട്ടിയും കൊണ്ട്. അച്ഛൻ മുമ്പ് ഡയബറ്റീസ് വന്ന കുട്ടിയെ ചികിത്സിച്ച് ഭേദമാക്കിയത് ഞാൻ ഓർക്കുന്നു. ഡയബറ്റിക്? കിഴക്ക് നിന്നാരോ ഇവിടേക്ക് വരുന്നുണ്ട്. വിഷം തീണ്ടിയതായിരിക്കും. എല്ലാം ഒരുക്കി വെച്ചോളൂ. അണലിയാണ്. ചായ തണുത്ത് കാണും, ഞാൻ വേറെ എടുത്തോണ്ട് വരാം. അതെ, അച്ഛൻ ജ്യോതിഷം പഠിപ്പിച്ചില്ലേ? എനിക്ക് എന്റെ ഭാവി പോലും പറയാനറിയില്ല.
എന്താ ഇത്? അത് അപകടകരമാണ്. മറ്റൊരു വഴിയുമില്ലെങ്കിൽ അത് പ്രയോഗിക്കാൻ പാടുള്ളൂ. ഓ, എത്ര ഗുളികകളാണ്! പോരാഞ്ഞിട്ട് കുറെ ടെസ്റ്റും കുത്തിവയ്പ്പും, അതും ഒരു ചെറിയ കുഞ്ഞിന്. എല്ലാ ഡോക്ടർമാർക്കും മരുന്ന് നൽകാനേ കഴിയുകയുള്ളൂ. പക്ഷേ രോഗം മാറ്റാൻ ഈശ്വരന് മാത്രമേ കഴിയൂ. അച്ഛൻ്റെ സ്വപ്നങ്ങളോട് നീതി പുലർത്താനോ അച്ഛനെ പിന്തുടരാനോ എനിക്ക് കഴിഞ്ഞില്ല. അങ്ങേരല്ലേ എല്ലാം തീരുമാനിക്കുന്നേ. തലയിലെടുത്ത് മാറ്റാൻ നമുക്ക് പറ്റില്ല. എത്ര ദിവസം നീ ഇവിടെ ഉണ്ടാവും? ചിലപ്പോൾ കുറച്ച് മാസം. തിരിച്ച് അങ്ങോട്ട് പോകണോ നിനക്ക്? ഒന്നും തീരുമാനിച്ചില്ല ഇതുവരെ. സാമിന്റെ അമ്മ വരാൻ കഴിഞ്ഞില്ല. മോന്റെ നാക്ക് കാണട്ടെ. ഇത് ട്രീറ്റ്മെന്റിന് കൂടുതൽ സമയമെടുക്കും. അവൻ ഇവിടെ നിൽക്കട്ടെ. ഇത് അവന്റെ വീടല്ലേ? ഓക്കേ. Welcome to Summer Palace. Yeah, it's really amazing. What? Come on. Oh, Freddie. Man, marvelous. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ ഗംഭീരം. അച്ഛൻ മരിച്ച ശേഷം ഞങ്ങൾ മാത്രം ഇവിടെ താമസിക്കുന്നത്. വാ, ഇനി ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഇതാ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഡാം പണിയാനാ അദ്ദേഹം ഹിന്ദിയിൽ വന്നത്. എന്റെ കഷ്ടകാലത്തിന് അദ്ദേഹം ഇവിടുന്ന് കല്യാണം കഴിച്ച് ഇവിടെ താമസമാക്കി. ഏതെങ്കിലും മദാമയുടെ കൂടെ യൂറോപ്പിലൊരു ബീച്ചിൽ സൺബാത്ത് എടുത്താനുള്ള യോഗം എനിക്കില്ല. അതിനൊക്കെ ഇനിയും സമയമുണ്ട് ഫ്രെഡി. വാ. ഇതാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ, സർ വില്യം ബ്രൗൺ, ഈ നാട്ടിലെ ആദ്യത്തെ മേയർ. അദ്ദേഹത്തിന്റെ കളി ക്രിക്കറ്റാ, രാഷ്ട്രീയമല്ലായിരുന്നു. ഇതെന്റെ അച്ഛൻ ജോൺ ബ്രൗൺ. ഈ നഗരം ഇന്ന് കാണുന്ന പോലെ നിർമ്മിച്ചത് അദ്ദേഹമാണ്. പുതിയ ഡാമിന്റെ പണിയും തുടങ്ങിയതാ. പക്ഷെ ഇത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അദ്ദേഹം കൊല്ലപ്പെട്ടു. ഇപ്പൊ സ്വർഗത്തിൽ നിന്ന് ഡാം പണിയുന്നുണ്ടാവും. ഇതെന്റെ സിസ്റ്റർ മരിയ ബ്രൗൺ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം. അനസ്തേഷ്യ കൊടുത്തതിൽ വന്ന പിഴവാണ് അവൾ എങ്ങനെയാക്കിയത്. ഞാൻ പക്ഷെ അച്ഛൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം തുടർന്നില്ല. ദുരൈ, മരിയയുടെ ഭർത്താവാണ് അടുത്ത മേയറായത്. എനിക്കിപ്പോൾ കാണാൻ തോന്നുന്നു. സാർ, എന്താ സാർ ഇത്? വിട്ടേര്. എങ്ങനെ ഉണ്ടായിരുന്നു പരോൾ? കുഴപ്പമില്ല സാർ. നിനക്ക് ജയിലിൽ ഇതൊന്നും കിട്ടില്ല എന്ന് എനിക്കറിയാം. ഇല്ല സാർ. നിനക്കവിടെ ഗംഭീര സ്വീകരണമായിരുന്നല്ലോ ഡാം കമ്മിറ്റിക്കാരുടെ വകയായിട്ട്. നീ അവരുടെ ഹീറോ അല്ലേ? അവര് ഒന്ന് പറഞ്ഞപ്പോ വേണ്ട. ഫാമിലി എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല സാർ. തമ്പി, നീ പരോളിൽ ഇറങ്ങിയത് നിന്റെ വീട്ടുകാരെ കാണാനോ അതോ നാട്ടുകാരോട് പ്രസംഗിക്കാനോ? സാർ, ഇനി നീ ആരുടെ മുന്നിലും ഡാമിനെതിരെ പ്രസംഗിക്കില്ല. സാർ, എന്നോട് ക്ഷമിക്കണം സാർ. യാരോടും ഒന്നും പറയുകയില്ല. സാർ, ഐ എം സോറി സാർ. സാർ, സാർ, വേണ്ട സാർ. സാർ, സാർ, പൊറുക്കി നായെ, ബോസിനെ കൊന്നിട്ട് രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ? വല്ല കുറ്റിക്കാട്ടിലേക്കും വലിച്ചെറിഞ്ഞേക്ക്. സാക്ഷിയാണ് നീ എപ്പോഴും. എനിക്ക് അത്ഭുതമാ. നിന്റെ സഹോദരൻ ഈ നഗരത്തിലെത്തിയിട്ടുണ്ട്.
ഇതുപോലെ അവനെയും ഞാൻ കുറ്റിക്കാട്ടിലേക്ക് എറിയേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ദയവ് ചെയ്ത് എന്നെ പോകാൻ അനുവദിക്കും. അവനെ ഒന്ന് കണ്ടോട്ടെ. No. പ്ലീസ്. No. നീ പോയാൽ എൻ്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ആരാ ഉള്ളത്? ഓ വേണ്ട വേണ്ട വേണ്ട, ഈസി ഈസി ഈസി. നീ തിരിച്ചു വന്നില്ലെങ്കിലോ? അടുത്ത ഇലക്ഷൻ ഞാൻ അങ്ങനെ ജയിക്കും. എനക്ക് നിന്നെ വേണോ? നീ എന്നും എൻ്റെ ഭാഗ്യരാശിയല്ലേ? ഇവനെ പോലെ. ഡിവോഴ്സിന് ഇനി എത്ര നാളെടുക്കും? ചില ഫോർമാലിറ്റീസ് കൂടി തീരാനുണ്ട്. സാന്ദ്ര ഇപ്പൊ എന്താ ചെയ്യുന്നേ? അവൾ വാർത്തകളുടെ പുറകെ തന്നെ, ഷൂട്ടിങ്ങും മറ്റുമായിട്ട്. മീരയുടെ ജാതകത്തെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച വിനയുടെ അച്ഛൻ ഒരു വിദേശിക്ക് അവളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ സമ്മതിച്ചത് എന്തുകൊണ്ടാ? അതും യാതൊരു മുൻപരിചയം ഇല്ലാത്ത ഒരാൾക്ക്. എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഹായ്. അച്ഛാ, ഇത് എനിക്കറിയാം. ഇത് റസിയ, ഇത് ഫ്രെഡി, മറീൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സുഹൃത്തുക്കൾ. ഭൂതവും ഭാവിയും വർത്തമാനം അറിയുന്ന ആളാണെന്ന് അറിഞ്ഞിരുന്നു. ഇപ്പൊ അത് ഉറപ്പായി. ഏയ് വിനയൻ എപ്പോഴും നിങ്ങളുടെ കാര്യം പറയുമായിരുന്നു. അതിർത്തികൾ ഭേദിച്ച് കൂടുകൂട്ടിയ ഇണക്കുരുവികളെ കുറിച്ച്. വാ 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 വാ. ഞങ്ങൾക്കും ആകാംക്ഷയുണ്ട്. ഞങ്ങളുടെ ഭാവിയെ കുറിച്ച് അറിയാൻ കഴിയോ? അവസരങ്ങളെയും സാധ്യതകളെയും കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ് ജ്യോതിശാസ്ത്രത്തിലെ ഗ്രഹനിലയിലൂടെ അറിയാൻ കഴിയുന്നത്. നിങ്ങളുടെ ജന്മസ്ഥലവും തീയതിയും ജനിച്ച സമയവും പറയൂ, നമുക്ക് നോക്കാം. ഞാൻ മനസ്സിലാക്കിയത് നവഗ്രഹങ്ങളുടെ സ്വാധീനമാണ് ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിന്റെ അടിസ്ഥാനം. പക്ഷേ പ്ലൂട്ടോ ഒരു ഗ്രഹമല്ലല്ലോ. അത് സത്യത്തിലൊരു അബദ്ധധാരണ മാത്രമാണ്. സൗരയൂഥത്തിലെ 5 ഗ്രഹങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നവഗ്രഹങ്ങളിൽ പെടുന്നത്. മറ്റ് ഗ്രഹങ്ങളെക്കാൾ അധികമായി സൂര്യനും ചന്ദ്രനും മാത്രമാണ് നമ്മുടെ നിത്യജീവിതത്തിൽ എന്നും ഏറ്റവും അധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്നത്. വിധിയെ മാറ്റാനാവില്ലെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? വേദമന്ത്രങ്ങളുടെ കമ്പനങ്ങൾക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ട്. സത്യത്തിൽ പ്രാർത്ഥനകളുടെ അടിസ്ഥാനം തന്നെ അതല്ലേ? എവിടെ മീര? മീര, മീര, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. ഹായ് മീര. വിനയൻ എപ്പോഴും നിന്റെ കാര്യം പറയുമായിരുന്നു. മീര അത് ചെയ്തു, മീര ഇത് ചെയ്തു. മറ്റൊരാളെ കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. മീര, നിന്നെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെയാണ് അവൻ ഇക്കാലം അത്രയും കഴിച്ചു കൂട്ടിയത്. എന്നിട്ട് നീ അവനെ കൈവിട്ടത് എന്തിനാ? അതെ, ഞാൻ കൈവിട്ടു. പക്ഷെ വിനയല്ല, എന്റെ സ്വപ്നങ്ങളെയാ. നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയോ? എന്റെ സ്നേഹത്തെ കുറിച്ച് അറിയോ? ഇല്ല. സ്നേഹം ബലി കൊടുക്കുമ്പോഴുള്ള വേദന നിങ്ങൾക്കറിയോ? എനിക്കറിയാം. ഞാൻ ഒരിക്കലും എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. ഇതെന്റെ വിധിയാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വരൂ, സ്നേഹിക്കാൻ എനിക്കിത് മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴാണ് വിനയെ സ്നേഹിച്ചു തുടങ്ങിയതെന്ന് എനിക്കറിയില്ല. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. വിവാഹം എനിക്ക് ദുരന്തവും ദുഃഖവും മാത്രമേ തരികയുള്ളൂ എന്ന് ജാതകം നോക്കിയിട്ട് അച്ഛൻ കണ്ടെത്തി. ശാപം ഒഴിവാക്കാൻ പൂജയും വഴിപാടുകളും ഒക്കെ നടത്തി. വിനയ്ക്ക് ഇതിലൊന്നും ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല. मुझे छोड़ के क्यों गए, दिल तोड़ के क्यों चले, तू है कहाँ अभी, तू
പഠിക്കാൻ പോയപ്പോ ഞാൻ തനിച്ചായി. और मिलेंगे क्या हम, बिछड़ा प्यार लौटेगा क्या? ഞങ്ങളുടെ സ്നേഹത്തിന്റെ ആഴം അച്ഛൻ അറിയാമായിരുന്നു. അച്ഛൻ ഞങ്ങളുടെ ജാതകപ്പൊരുത്ത് നോക്കി. ഞങ്ങൾ വിവാഹിതരായാൽ ഒരു നിമിഷം പോലും ഒരുമിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് വിധിച്ചിട്ടില്ലെന്ന് അച്ഛൻ തിരിച്ചറിഞ്ഞു. പ്രതിവിധിക്ക് വേണ്ടി തിരഞ്ഞ അദ്ദേഹത്തിന് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. സംഭവിച്ചേക്കാവുന്ന ഒരു ദുരന്തമല്ലാതെ. ജാതകം എന്താണോ അതാണ് ഞാൻ പറയുന്നത്. അച്ഛൻ എല്ലാ കാര്യം എന്നോട് പറഞ്ഞു. തുടക്കത്തിൽ അതിന്റെ വിധിയായി സ്വീകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അച്ഛന്റെ പ്രവചനങ്ങൾ തെറ്റില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം എന്തെങ്കിലും ദുരന്തം സംഭവിക്കുമായിരുന്നു. അച്ഛന്റെ അടുത്ത് നിന്ന് ചികിത്സ പഠിക്കുന്നതിന് ഞാൻ സമയം വിനിയോഗിച്ചു. ഒരു കുഴപ്പമില്ല കേട്ടോ. വന്നോളൂ. അപ്പോഴാണ് സോറിയാസിസിന്റെ ചികിത്സയ്ക്കായി മാർക്ക് വന്നത്. ഈ രോഗം കാരണം അയാളുടെ ഭാര്യ അയാളെ ഉപേക്ഷിച്ചിരുന്നു. മാർക്ക് ഞാനുമായി കൂടുതലെടുത്തു. അവസാനം അയാൾ എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തി. എന്റെയും മാർക്കിന്റെയും ജാതകങ്ങൾ തമ്മിലുള്ള ചേർച്ച കണ്ടപ്പോൾ അച്ഛൻ അത്ഭുതപ്പെട്ടുപോയി. പ്രാർത്ഥനകളും പരിഹാരക്രിയകളും ഫലിച്ചതുകൊണ്ടാണ് ലക്ഷങ്ങളിൽ ഒന്നു മാത്രം കാണാറുള്ള അപൂർവ ചേർച്ചയുള്ള ബന്ധം ഒത്തുവന്നതെന്ന് അച്ഛൻ വിശ്വസിച്ചു. എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു മാർഗമായി ഞാൻ ആ വിവാഹത്തിന് സമ്മതിച്ചു. വിനയ് എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. നിന്റെ വിവാഹത്തിന് എന്നെ ക്ഷണിക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? എന്റെ സ്നേഹം നിനക്കറിയില്ലേ? എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇതുവരെയുള്ള എന്റെ ജീവിതം മുഴുവൻ നിന്നോടൊപ്പമായിരുന്നു. എന്നിട്ടും മീര, നീ ശരിക്കും തീരുമാനിച്ചോ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇത് നീ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. മാർക്കിനെല്ലാം മനസ്സിലായി. അയാൾ തിരിച്ചുപോയി. എന്റെ വിധിയെ അംഗീകരിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രൊഫഷണൽ പഠനം തുടർന്നു.